ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിപ്പുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോരോ ടിപ്പാണെങ്കിലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ സൂപ്പർ താങ്ക്സ് വഴിയായിട്ട് നമ്മുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്ത, ദീപ് സ്റ്റൈലിംഗ് എന്ന ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരുപാട് താങ്ക്സ് പറയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒന്ന് ബ്ലൗസിൻ്റെ ടിപ്പാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ഷോൾഡറിൻ്റെ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ഒരു സാരി ബ്ലൗസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത്. ഈ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിക്ക് നിൽക്കണമെങ്കിൽ ഓരോ ബോഡി ലാംഗ്വേജിനും വ്യത്യസ്തമായ ഷോൾഡറാണ് എടുക്കുന്നത്. അത് നമ്മൾക്ക് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ചെയ്യാവുന്ന കാര്യം നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. തിയറിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഷോൾഡർ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ് ശരിക്കും തിയററ്റിക്കലി നമുക്ക് ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ചുരിദാറിൻ്റെ അതേ രീതി തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് 42 ആണ്, ഡിവൈഡഡ് ബൈ 6 എത്രയാണോ അതാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 36 ആണ് ചെസ്റ്റെങ്കിൽ ഡിവൈഡഡ് ബൈ 6, അങ്ങനെയാണ് ഫോർമുല വഴിയായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് ഈ ഫോർമുല വഴിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ പ്രാക്ടിക്കലി കറക്റ്റ് ആവാറില്ല. നമ്മൾ പ്രാക്ടിക്കലി കറക്റ്റ് ആവുന്ന വളരെ സിമ്പിളായ ഒരു ടിപ്പാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഏതൊരു വ്യക്തിക്കും സ്വന്തമായിട്ട് ബ്ലൗസ് തയ്ക്കാനും മറ്റൊരാൾക്ക് തയ്ച്ചു കൊടുക്കാനും പറ്റാവുന്ന ടിപ്പാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ 40 ഡിവൈഡഡ് ബൈ 6, അതുപോലെ 42 ഡിവൈഡഡ് ബൈ 6, അതുപോലെ 36 ഡിവൈഡഡ് ബൈ 6, ഇതിൻ്റെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 6 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 6.6 ആണ് വരുന്നത്. അപ്പോൾ 6.5 മുകളിലാണ് ഷോൾഡർ വരുന്നത്. അതേപോലെ 42 ആണെങ്കിൽ വരണമെങ്കിൽ നമുക്ക് 7 ആണ് വരുന്നത്. നമ്മുടെ അളവ് വന്നിട്ട് 42 ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ 7 അല്ല ബ്ലൗസിന് എടുക്കാറ്, നമ്മൾ 5.25 ഇഞ്ചാണ് എടുക്കാറ്. അതെങ്ങനെയാണ് തുണിയിൽ ഈ ഷോൾഡർ എടുക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് തുണി മടക്കുക, തുണി ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്ന രീതിക്കാണ് ഈ പറഞ്ഞ 5.25 എടുക്കേണ്ടത്. ഫുൾ ഷോൾഡർ അല്ല, ഹാഫ് ഷോൾഡറാണ് നമ്മൾ സാരി ബ്ലൗസിന് തുണി എടുക്കുന്ന താഴ്ഭാഗത്ത് നിന്ന് ഈ ഷോൾഡർ അടയാളപ്പെടുത്തുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ മടക്കും. ഇതുപോലെ തുണി നീളനെ മടക്കി നമ്മുടെ ഇടത്തെ ഭാഗത്ത് ഫോൾഡഡ് സൈഡ് വരുന്നില്ലേ, റൈറ്റ് സൈഡിൽ ഓപ്പൺ സൈഡാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് താഴ്ഭാഗത്ത് ഒപ്പമില്ലാത്തതൊക്കെ വെട്ടിക്കളയണം കേട്ടോ. എന്നിട്ട് ശേഷം നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് എന്താ പറയുക ബാക്കിലത്തെ ഇറക്കം എടുക്കുന്നത്. ബാക്കിലത്തെ ഇറക്കം എടുത്തിട്ട് ഹൈറ്റ് ഇറക്കം എടുത്തിട്ട് ഇതിങ്ങനെ വരച്ച ശേഷം നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് എത്ര ഇറക്കം വേണോ അതിൻ്റെ തയ്യൽ തുമ്പടക്ക് ഇടുക. എന്നിട്ട് നമ്മളവിടെ ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. അവിടെയാണ് 5.25 എന്ന് പറഞ്ഞു കേട്ടോ. ഈ ഷോൾഡറാണ് നമ്മൾ പറഞ്ഞത് 5.25 എന്ന് പറഞ്ഞത്. അതേസമയം നമ്മൾ തിയറിറ്റിക്കലി ആയിട്ട് ഇപ്പോൾ നമ്മൾ 42 ചെസ്റ്റ് സൈസിൻ്റെ അളവായിട്ട് നമുക്ക് എത്രയാണ് വന്നത്, 7 അല്ലേ വന്നത്. അതേസമയം ബ്ലൗസിന് ഈ 7 എടുക്കുമ്പോൾ നമ്മുടെ കൈമെന്ന്, അതായത് ഷോൾഡറിൽ താഴത്തേക്ക് ഉതിർന്ന് വീഴുന്ന രീതിയിലായിരിക്കും കിടക്കുക. ഭയങ്കര ലൂസായിരിക്കും. ഓക്കെ, നമ്മുടെ ബോഡി ഫിറ്റിനോട് ചേർന്ന് നമ്മൾ എടുക്കുന്നത് കൊണ്ട് അത്ര എടുത്താലാണ്, പ്രാക്ടിക്കലി അങ്ങനെ എടുത്താലാണ് നമുക്കത് ഭംഗിയായിട്ട് വരത്തുള്ളൂ, കറക്റ്റ് ഷോൾഡറിൽ വന്ന് നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാക്ടിക്കലിയാണ് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒന്നാമത്തേത് വിഭാഗം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ വിഭാഗം നോർമലും, അടുത്തത് കഴിഞ്ഞ് മീഡിയം, പിന്നെ അടുത്തത് ലാർജ്, അങ്ങനെ 3 ഡിവിഷനായിട്ട് തിരിക്കാം. നോർമൽ വിഭാഗത്തിന് 5.5 എടുക്കാം. ഓക്കെ, 5.5 എടുക്കാം. അതായത് ഒരു 35 മുതൽ ഒരു 40 വരെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ നോർമൽ വിഭാഗം എന്ന് പറയാം. ചെസ്റ്റ് സൈസ് അത്രയും വരുന്ന ആളുകൾക്ക് 5.5 ഇഞ്ച് ഷോൾഡർ എടുക്കുക. നമ്മളിപ്പോൾ ഈ മടക്കിയ രീതിക്ക് അനുസരിച്ച്. ഓക്കെ, ഫുൾ ഷോൾഡർ അല്ല, ഹാഫ് ഷോൾഡറാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോഴാണ് 5.5 പറഞ്ഞത്. ഈ തുണി ഫോൾഡഡ് ആയിട്ട് മടക്കിയ രീതിക്ക് 5.5 എടുക്കുക. പിന്നെ നമ്മൾ മീഡിയം സൈസ് ആളുകൾക്ക് 5.25 ഇഞ്ച് എടുക്കാം. ഓക്കെ, നമ്മൾ ഈ 42 എടുത്തത് നമുക്ക് 42 അതൊക്കെ നമുക്ക് 5.25 എടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, 5.25 എടുക്കണം. അതിന് ശേഷം നമ്മൾ ഒരു 44 എബോവ് വരുന്നത്, 45 എബോവ് വരുന്നത് 6 ഇഞ്ച് എടുക്കാം. അത് എത്ര വരെ, 52 ഇഞ്ച് വരെ വേണമെങ്കിൽ 54 ഇഞ്ച് വരേക്കും നമ്മൾക്ക് ഈ 6 ലൈൻ എടുക്കാം. ഈ 54 ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുമ്പോൾ, അല്ലെങ്കിൽ 52, 54, 56 അങ്ങനത്തെ ചെസ്റ്റ് സൈസ് വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവരുടെ ഷോൾഡർ നല്ല വീതി കൂടിയതാണോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് അവരെ തയ്ക്കാൻ തരുന്ന ആൾ നമ്മൾ നോക്കണം. അത് നോക്കിയ ശേഷം നമ്മൾ ഈ 6 എന്നുള്ളത് 6.25 എടുക്കാം കേട്ടോ. അങ്ങനെ ഷോൾഡർ ഭയങ്കരമായിട്ട് വീതി കൂടിയതല്ല എങ്കിൽ ഓക്കെ, നമ്മൾ 6 തന്നെ എടുത്താൽ
എടുത്താൽ മതി. ചെസ്റ്റ് സൈസ് കൂടിയാലും നമുക്ക് ഈ ഷോൾഡർ കറക്റ്റ് ഫിറ്റിൽ തന്നെ കിടക്കും. നമ്മളത് കഴുത്ത് കർവ് ചെയ്ത് വരയ്ക്കുന്ന റൗണ്ടിൽ വരയ്ക്കുന്ന രീതിക്കനുസരിച്ചാണ് അതതിൻ്റെ ഭംഗിയും ഫിനിഷിങ്ങും കിട്ടുന്നത്. ഓക്കെ, അതുപോലെ കൈക്കൂടെ കർവ് വരയ്ക്കുന്ന രീതിയിൽ അതിലൊക്കെയാണ് നമുക്കതിൻ്റെ ഫിനിഷിങ് കിട്ടുന്നത്. അപ്പോൾ ഈ ഷോൾഡറിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാറ്റഗറി ആളുകളെയും എടുക്കാം. ഓക്കെ, പിന്നെ എക്സ്ട്രാ സ്മോളാണ് വരണമെങ്കിൽ, അതായത് ഈ 35 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഇല്ലാത്ത അതിനെക്കാട്ടിലും താഴെ വളരെ മെലിഞ്ഞവർ, അങ്ങനെയുള്ള ആളുകൾ, ഭയങ്കര ഹൈറ്റ് കുറവുള്ളവരും വളരെ മെലിഞ്ഞവർ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾക്ക് ഈ 5.5 എന്നുള്ളത് 5.25 5 എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് കോമൺ ആയിട്ട് 5.5 5.25 6 ഇത്ര എടുത്താൽ മതി. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഷേപ്പ് വരുന്നത്. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കട്ട് ചെയ്യണതാണ് കേട്ടോ, ബാക്ക് ഭാഗം കട്ട് ചെയ്യണതാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ 5.5. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഭാഗമാണ് ഈ പറഞ്ഞ 5.5 5.25 ഇത് ഫുൾ ഷോൾഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് 5.5യുടെ ഇരട്ടി, മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത്. 5.5 5.25 6 എന്ന് പറയുന്നത് ആ രീതിക്ക് എടുക്കണം. നമ്മൾ ഇത്ര കാലം തയ്ച്ച് കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് അനുസരിച്ചാണ് കേട്ടോ പറഞ്ഞത്. നമ്മളൊരു 52 ചെസ്റ്റ് സൈസും 54 ചെസ്റ്റ് സൈസും ഉള്ള ആളുകൾക്ക് വരെയും നമുക്ക് 6 എടുത്തിട്ട് 6.5 എടുത്തിട്ട് എനിക്കത് അധികമായിട്ട് ഒരു ഷോൾഡറിൽ നിന്ന് ഇറങ്ങി വീഴുന്നത് പോലെ, കഴുത്ത് ഭയങ്കര ലൂസായിട്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ തയ്ച്ച് കൊടുത്തിട്ട്. അപ്പോൾ എനിക്ക് 6.5 ഒന്നല്ല നമ്മളെടുക്കുന്നത്, കോമൺലി നമ്മളത് 6 എടുത്താൽ തന്നെ അവർക്ക് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റാണ് കേട്ടോ. ആ കഴുത്ത് കർവ് ചെയ്ത് വരയ്ക്കുന്നതിലും നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ ആം ഹോൾ, അത് കർവ് ചെയ്ത് വരയ്ക്കുന്നതിലും ആണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. അത് ഉറപ്പായിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ബിഗിനേഴ്സിനായാലും ഔട്ട്സൈഡേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ആയി വരും. പിന്നെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു പ്രധാന കാര്യം പറയാനുള്ളത്, കഴുത്തിറക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഷോൾഡറിൽ 4 ഇഞ്ച് വെച്ച് കുറയ്ക്കും കേട്ടോ. അതായത് ഇപ്പം 6 ഇഞ്ചിൻ്റെ ഒരു വ്യക്തിയാണ് നമ്മൾ വിചാരിക്കുക, 6 ഇഞ്ച് ഷോൾഡർ എടുക്കേണ്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കഴുത്തിറക്കം 8 മുകളിൽ എടുക്കാമെന്ന് വിചാരിക്കും. നെക്കിൻ്റെ ഇറക്കം, അതായത് നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് ഇറക്കം കൂട്ടിയെടുക്കുകയാണെങ്കിൽ 8 ഇഞ്ചിന് മുകളിൽ കൂട്ടിയെടുക്കുകയാണെങ്കിൽ 6 ഇഞ്ച് എടുക്കുന്ന ആൾക്ക് 5.25 എടുക്കണം. ഓക്കെ, അതേപോലെ 5.25 എടുക്കുന്ന ആൾക്ക് 5.5 എടുക്കണം, 5.5 എടുക്കുന്ന ആൾക്ക് 5.25 എടുക്കണം. ഓക്കെ, ലെങ്ത്ത് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഷോൾഡർ അവിടെ നിന്ന് ഇറങ്ങി വീഴാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് റൈറ്റിലോട്ട് വീഴാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ 4 ഇഞ്ച് വെച്ച് കുറയ്ക്കുന്നത്. ഈ ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് ആയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ടിപ്പ് എന്തായാലും യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും എല്ലാവർക്കും ഉപകാരമായിരിക്കും. പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുന്നവർക്ക് എന്തായാലും അത് വളരെയധികം യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. എന്തായാലും പ്രതീക്ഷിക്കുന്നു, ഒരു ലൈക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ പറയുന്നത് വളരെ 5.5ക്ക് താഴെയാണ് കഴുത്തിറക്കം എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതേ ലെവൽ തന്നെ എടുത്താൽ മതി. 5.5ക്ക് താഴെ 5.5ക്കും കുറവാണ് ബാക്ക് കഴുത്തൊക്കെ ഇറക്കെടുക്കണമെന്ന് വെച്ചാൽ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിട്ടോ, ഷോൾഡറിൽ കുറച്ച് കൂട്ടിയിട്ടോളൂ കേട്ടോ, മനസ്സിലായി. 5.5ക്കും താഴെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം, അതായത് 5നും താഴെ 4 3.5 ഒക്കെ അങ്ങനെ അത്രയ്ക്കും കുറവെടുക്കുന്ന രീതിയിലുള്ള ആളുകൾക്ക് ഷോൾഡർ ഒരു 4 ഇഞ്ച് കൂട്ടിയിടാം. ഇപ്പോൾ 5.5 എടുക്കുന്ന ആൾക്ക് 5.25 എടുക്കാം, 5.25 എടുക്കുന്ന ആൾക്ക് 6 എടുക്കാം. ഓക്കെ, ആ രീതിക്ക് എടുക്കാം കേട്ടോ. അത് ബാക്കിലത്തെ കഴുത്ത് ഇറക്കം ഈ അളവിനും കുറവാകുമ്പോൾ മാത്രം. 8നും മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൽ 4 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം. കോമൺലി നമ്മൾ ഈ പറഞ്ഞതുപോലെ 5.5 5.25 6 എന്ന രീതിയിൽ തന്നെ എടുക്കാം. ഓക്കെ, ഫോർമുല ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ചെസ്റ്റ് /6 ആണ് ശരിയായ രീതിയിൽ ഫോർമുല. പക്ഷെ അത് വെച്ച് ചെയ്യുമ്പോൾ ചുരിദാറിന് പോലും നമുക്ക് അത്ര എടുക്കാറില്ല. ഓക്കെ, നമ്മളൊരു 4 ഇഞ്ച് കൂടി കുറവെടുക്കാറ്. നമുക്കിത് 42 ചെസ്റ്റ് അളവ് വരുമ്പോൾ നമുക്ക് 7 ആണ് വന്നത് അല്ലേ. നമ്മൾ 6.5 എടുക്കാറുള്ളൂ. 6.5 എടുത്താലും നമുക്ക് ചുരിദാറിന് പെർഫെക്റ്റ് ആണ് ഷോൾഡർ വരുന്നത്. ഓക്കെ, അത് ഹാഫ് ഷോൾഡർ, ചുരിദാറിൻ്റെ ഹാഫ് ഷോൾഡർ തുണി നമ്മൾ നടുമടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്. ആ ഭാഗം നമുക്ക് കറക്റ്റായിട്ടാണ് വരുന്നത്. 6.5 6.25 വരെ എടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.